വെൽക്കം ടു ഡേവിഡ് ആൻഡ് ഫാമിലി യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. ഗർഭിണികളാവാൻ പ്ലാൻ ഉള്ളവർക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എന്താണെന്നല്ലേ, ND സ്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ 3-ാം മാസത്തിൽ ചെയ്യുന്ന ഒരു സ്കാനിങ് ആണ് ND സ്കാൻ. അതായത് 11ാമത്തെ ആഴ്ച മുതൽ 14ാമത്തെ ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ചെയ്യുന്ന സ്കാനാണ് ND സ്കാന്. നമ്മുടെ ബേബിയുടെ നെക്കിൻ്റെ ബാക്ക് പോർഷനിൽ ഫ്ലൂയിഡ് ഫില്ലായിട്ട് ഒരു തിക്നെസ് ഉണ്ടാവും. ആ തിക്നെസ് മെഷർ ചെയ്യുന്നതാണ് ND സ്കാൻ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, അതായത് ഡൗൺ സിൻഡ്രോം പോലെയുള്ള എന്തെങ്കിലും സാധ്യതകൾ നമ്മുടെ കുഞ്ഞിനുണ്ടോ എന്നറിയാനായിട്ടാണ്. ND സ്കാനിൻ്റെ വാല്യൂ ഒരു 3.5-ന് മുകളിലേക്കാണെങ്കിൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് വറി ചെയ്താൽ മതി. 2.5-ന് താഴെയാണ് നോർമൽ ആയിട്ടുള്ള വാല്യൂ. അതിൽ കൂടുതലാണെങ്കിൽ മാത്രം നമ്മുടെ ഡോക്ടർ പറയുന്ന അനുസരിച്ച് നമുക്ക് ഓരോരോ ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ടെസ്റ്റാണ് ഡബിൾ മാർക്കർ എന്ന് പറയുന്നത്. അതിപ്പം നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാ വുമൻസിനും അറിയാവുന്നതായിരിക്കാം. ND സ്കാനിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ് ഡബിൾ മാർക്കർ എന്ന് പറയുന്നത്. അതിപ്പോൾ വാല്യൂ നോർമൽ ആണെങ്കിലും അതിൽ കൂടുതലാണെങ്കിലും നമ്മൾ ഈ ഡബിൾ മാർക്കർ ചെയ്യും. ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റാണ്. അമ്മയുടെ ബ്ലഡിലെ 2 സബ്സ്റ്റൻസസ് വെച്ചിട്ടാണ് നമ്മളത് കമ്പൈൻ ചെയ്യുന്നത്. അമ്മയുടെ ഏജും നമ്മുടെ ND സ്കാനിൻ്റെ വാല്യൂയും വെച്ചിട്ടാണ് നമ്മൾ ഡബിൾ മാർക്കർ വാല്യുവേറ്റ് ചെയ്യുന്നത്. ഡബിൾ മാർക്കറിനകത്ത് ലോ റിസ്ക് ആണെങ്കിൽ നമ്മൾ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ND സ്കാനിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അതിനെ ഹൈ റിസ്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ ഡൗൺ സിൻഡ്രോം അല്ല ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മുടെ അടുത്ത് ഡോക്ടർ പറയുന്നത്. പക്ഷേ അന്ന് പറഞ്ഞ് ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ഒരിക്കലും കൺഫേം ചെയ്യാൻ പറ്റത്തില്ല ബേബിക്ക് ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ടെസ്റ്റുകളുണ്ട്. അത് നമ്മുടെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് ടെസ്റ്റാണ് ഡബിൾ മാർക്കർ. നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിനൊക്കെ അറിയാം, ND സ്കാനിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ND സ്കാനിൻ്റെ കൂടെ നമ്മൾ ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടെ ചെയ്യുന്നുണ്ട്, ഡബിൾ മാർക്കർ. ഡബിൾ മാർക്കർ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ND സ്കാനിൻ്റെ വാല്യൂ നോർമൽ ആണെങ്കിലും അഥവാ അതിൽ കൂടുതലാണെങ്കിലും നമ്മളത് ചെയ്യുന്നുണ്ട്. അതെന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ ബ്ലഡിലുള്ള 2 സബ്സ്റ്റൻസസ് നോക്കുന്നതാണ് ഡബിൾ മാർക്കർ എന്ന് പറയുന്നത്. അമ്മയുടെ ഏജും ND സ്കാനിൻ്റെ വാല്യൂം കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ലോ റിസ്ക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നോർമൽ വാല്യൂ ആയിരുന്നു നമ്മുടെ ND വാല്യൂ എങ്കിൽ കുഴപ്പമൊന്നുമില്ല. വേറെ അടുത്ത ടെസ്റ്റുകളൊന്നും ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ ND വാല്യൂവിൽ നമ്മുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ഡബിൾ മാർക്കറിന് ശേഷം വേറൊരു ടെസ്റ്റും കൂടെ ചെയ്യാനുണ്ട്. അതായത് NIPT എന്ന് പറയും. NIPT എന്ന് പറഞ്ഞാൽ നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റ്. ഇത് ഒരു ബ്ലഡ് ടെസ്റ്റാണ്. അത് നമ്മുടെ ഡബിൾ മാർക്കറിനെക്കാട്ടിലും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസൻ്റയിൽ DNA അതിനെ അനലൈസ് ചെയ്യുന്നതാണ് NIPT എന്ന് പറയുന്ന ടെസ്റ്റ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ലോ റിസ്ക് ആണെങ്കിൽ നമ്മുടെ ഡോക്ടർ പറയുന്ന അനുസരിച്ച് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പ്രഗ്നൻസി പീരീഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഇതിൽ എന്തെങ്കിലും റിസ്ക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ടെസ്റ്റും കൂടെ വരുന്നുണ്ട്, അമ്നിയോസിന്തസിസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നത് നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വിഡ്രോ ചെയ്തിട്ട് അത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് പക്ഷേ ഈ ടെസ്റ്റ് ആക്യുറേറ്റ് ആണ്. കാരണം നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളത് പറയുന്നത് അത് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ എന്താണോ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നമ്മൾ പ്രഗ്നൻസി പീരീഡ് മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ ഒരു ടെസ്റ്റ് കുറച്ചൊരു ഹൈ റിസ്ക് ആണ്. അതിൻ്റെ കൂടെ മിസ്കാരേജ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു ഇൻഫോർമേഷൻ പറയുവാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയ ഒരാളാണ്. ഡേവിഡിൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ഡേവിഡിൻ്റെ ND വാല്യൂ 2.5 ആയിരുന്നു ഫസ്റ്റ് നമ്മൾ ND സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക്. അതിനുശേഷം ഒരു 13 വീക്സിൽ നമ്മൾ റീസ്കാൻ ചെയ്തു. ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണ്, കുറഞ്ഞോ അതോ കൂടുതലായോ എന്നറിയാനായിട്ട് നമ്മുടെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ട് നമ്മൾ റീസ്കാൻ ചെയ്തു. റീസ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ വാല്യൂ 2.9 ആയി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഡബിൾ മാർക്കർ നമ്മൾ ചെയ്തായിരുന്നു ആ ഡേ തന്നെ. പക്ഷേ ഡബിൾ മാർക്കറിൽ നമുക്ക് ലോ റിസ്ക് ആയിരുന്നു. പക്ഷേ വാല്യൂ കൂടുതലായതുകൊണ്ട് നമ്മുടെ ഡോക്ടർ നമ്മുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്തു NIPT എന്നുള്ളൊരു ടെസ്റ്റും കൂടെ ചെയ്യാനായിട്ട്. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. NIPT നമ്മൾ ചെയ്തു. അതിനകത്തും ലോ റിസ്ക് ആയിരുന്നു. നമ്മുടെ ഡേവിഡ് നോർമലായിട്ടൊരു ബേബി ബോയ് ആയിട്ട് വന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റിനെ കുറിച്ചോ സ്കാനിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഡോക്ടറോട് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്